ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞങ്ങൾക്ക് ഇവിടെ സുഖം തന്നെയാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ഇന്ന് തൃശ്ശൂർ നെസ്റ്റോയിൽ വന്നതാണ്. ഇടയ്ക്കൊക്കെ ഇവിടെ വരാറുണ്ട്, പക്ഷേ മിക്കവാറും ഷോപ്പിംഗ് ഇവിടെ നിന്നായിരിക്കില്ല. പക്ഷേ ഇന്ന് ഫുഡും വാങ്ങിക്കാനുണ്ട്. അപ്പം പിന്നെ എന്തായാലും നെസ്റ്റോയിൽ പോകാമെന്ന് വിചാരിച്ചു. വൈകുന്നേരത്തേക്ക് ഞങ്ങൾ പാലക്കാട് നിന്ന് വന്നതുകൊണ്ട് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, വീട്ടിലെ സാധനങ്ങളും ഇല്ല. അപ്പോൾ എന്തായാലും കുറച്ച് പലചരക്ക് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോകുക എന്ന് വിചാരിച്ച് ഇറങ്ങിയതാട്ടോ. അപ്പോൾ അതൊരു വ്ളോഗാക്കി എന്ന് മാത്രം. അപ്പോൾ ഞങ്ങളുടെ തൃശ്ശൂരുള്ള നെസ്റ്റോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എപ്പോഴും ഒന്നും ഇങ്ങനെ ഷോപ്പിങ്ങിന് പോകുന്നത് മുതലാവില്ല ഈ നെസ്റ്റോയിൽ. ഓഫറുള്ള സമയത്തൊക്കെ പോയാൽ കുഴപ്പമില്ല, പക്ഷേ ഇവിടെ എപ്പോൾ വന്നാലും ഭയങ്കര തിരക്കാണ് കേട്ടോ. സൺഡേയും സാറ്റർഡേയും നമുക്ക് അടുക്കാൻ പറ്റത്തില്ല, അതുപോലത്തെ തിരക്കായിരിക്കും. പിന്നെ പിള്ളേരൊക്കെ ആയിട്ട് വരുന്നവർ മിക്കവാറും ഇതുപോലത്തെ ട്രോളിയിൽ പിള്ളേരെ കയറ്റി ഇരുത്തിയിട്ടായിരിക്കും പോവുക. കാരണം അവരുടെ കയ്യെത്താ ദൂരത്ത് സാധനങ്ങളുണ്ട്. തെന്നുനെ അതുകൊണ്ട് ഒരിക്കലും ഇങ്ങനെ ഇറക്കി നടത്തിച്ചിട്ടില്ല കേട്ടോ. എപ്പോഴും ഞാൻ ട്രോളിയിലിരുത്തും. ഒരു പ്രാവശ്യം ഞാൻ ട്രോളിയിലിരുത്താതെ നടന്നോട്ടെ എന്ന് വിചാരിച്ച് നടത്തിയായിരുന്നു. പക്ഷെ അന്നത്തെ ദിവസം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഷോപ്പിംഗ്. അവളെല്ലാം പെറുക്കിയെടുത്ത് ട്രോളിക്കകത്ത് ഇടുകയും പിന്നെ അത് വാങ്ങിക്കാത്തതിന് അതിന് ബഹളവും അങ്ങനെയൊക്കെയായിരുന്നു. പിന്നെ ഇവിടെ പിള്ളേർ ബഹളം വെച്ചാൽ ഒരു പ്രത്യേകതയുണ്ട്, എല്ലാവരും അവനവൻ്റെ തിരക്കിട്ട പർച്ചേസിലായിരിക്കും. പിള്ളേർ കരഞ്ഞു കഴിഞ്ഞാൽ മൈൻഡേ ചെയ്യത്തില്ല. അപ്പോൾ പിന്നെ എനിക്ക് കുറച്ച് കോൺഫിഡൻസ് ആയി. അന്നത്തെ ഒരു ഇൻസിഡൻറ്റിന് ശേഷം ഞാൻ ഇവിടെ എത്ര കരഞ്ഞാലും മൈൻഡ് ചെയ്യത്തില്ല കേട്ടോ. ഞാൻ മാത്രമല്ല, പ്രശാന്തായിരുന്നു. ഇറങ്ങാൻ നേരത്ത് ജസ്റ്റ് എന്തെങ്കിലും ഒരു ടോഫി എന്തെങ്കിലും എടുത്ത് കൈ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവൾ അടങ്ങിയിരുന്നോളും. അത് ഇറങ്ങാൻ നേരത്തെ കിട്ടുള്ളൂ എന്നും അവൾക്കറിയാം. പിന്നെ എന്തെങ്കിലും സാധനങ്ങൾ ഞങ്ങൾ അവളുടെ മുമ്പിൽ വെച്ച് തന്നെ എടുത്താലും വേണമെന്ന് പറഞ്ഞാലും ഞങ്ങൾ എടുക്കും. എന്നിട്ട് ബില്ല് ചെയ്യുന്ന അവിടെ ചെല്ലുമ്പം ഞങ്ങളത് ബില്ലിംഗ് സെക്ഷനിലുള്ള ആളിനെ കണ്ണ് കാണിച്ചിട്ട് അതങ്ങ് മാറ്റി വെച്ചോളാൻ പറയും. അപ്പോൾ അവൾക്കും സാറ്റിസ്ഫാക്ഷനായി, നമുക്കും സാറ്റിസ്ഫാക്ഷനായി അങ്ങനെ. അപ്പം ഞാൻ ആദ്യം വാങ്ങിച്ചത് കുറച്ച് ബിരിയാണി റൈസാണ്. അപ്പം നാളത്തേക്ക് പെട്ടെന്ന് കറികൾ ഉണ്ടാക്കാൻ പറ്റുന്ന സാധനങ്ങൾ എന്തെങ്കിലും വാങ്ങിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. എപ്പോഴും ബിരിയാണി റൈസ് വീട്ടിൽ വാങ്ങിച്ചു വെക്കും. അപ്പോൾ കൈമയാണ് ഞാൻ വാങ്ങിച്ചത്. അപ്പം നല്ല മണം ഉണ്ടാകും, കൈമയും ജീരകശാലയായിരിക്കുമൊക്കെ. അപ്പോൾ എപ്പോഴെങ്കിലും ഒരു നെയ്ച്ചോറൊക്കെ വെക്കണം എന്നുണ്ടെങ്കിൽ അതായിരിക്കും ഞാൻ ഓപ്റ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് പിന്നെ പൗഡറൊക്കെ നോക്കാൻ പോയതാണ് കേട്ടോ. അതായത് ഈ ഗരം മസാല അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. പക്ഷെ കിട്ടിയില്ല എന്നല്ല, ഞാൻ അവിടെ ചെന്നപ്പം ആ കാര്യം അങ്ങ് മറന്നു. പിന്നെ ഞാൻ തിരിച്ച് ഏതൊരു സൈഡിലേക്ക് ഡൈവേർട്ടായിപ്പോയി. അങ്ങനെ അത് വാങ്ങിക്കാൻ ശരിക്കും മറന്നുപോയി. പിന്നെ മീനൊക്കെ കണ്ടോ, മീനൊക്കെ ഭയങ്കര ഫ്രഷായിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഞങ്ങളിതുവരെയും മീനൊക്കെ ഇവിടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. മീൻ അച്ചാറിടാനൊക്കെ ഞാൻ ഇവിടെ നിന്നാണ് ഞങ്ങൾ മീൻ വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ. നല്ല മീനൊക്കെ ആയിരുന്നു. ഇതുവരെയും ഒരു മോശം അഭിപ്രായം മീനിനൊന്നും ഉണ്ടായിട്ടില്ല. ഞണ്ടുണ്ട്, നത്തോലിയുണ്ട്, പ്രോൺസ് ഉണ്ട്, പിന്നെ മത്തി, ചെമ്പല്ലി, അങ്ങനത്തെ കുറേ മീനുകൾ, എല്ലാ ടൈപ്പ് വെറൈറ്റി മീനുകളും ഉണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ വില കൂടിയ ഒരു മീനുണ്ടായിരുന്നു, 3000 രൂപ, 2500 രൂപയ്ക്കുള്ളൊരു വില കൂടിയ മീൻ, സാൽമൺ. അപ്പോൾ ആ മീനൊക്കെ വാങ്ങിക്കുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ. ഞാനൊരു പ്രാവശ്യം 1999 അവിടെ കണ്ടോ. ഞാനൊരു പ്രാവശ്യം നിൽക്കുന്ന സമയത്ത്, ഞങ്ങൾ മീൻ വാങ്ങിക്കാൻ നിൽക്കുന്ന സമയത്ത് ഒരു അങ്കിള് 5 കിലോയോ 6 കിലോയോ സാൽമൺ എങ്ങാനും വാങ്ങിച്ചുകൊണ്ട് പോയി. അപ്പം ഇവിടെ സാൽമൺ ശരിക്കും പറഞ്ഞാൽ പോകുന്നുണ്ട്. സാധാരണക്കാരായിട്ടുള്ള, അതായത് നമ്മൾ ഡെയിലി വാങ്ങിക്കത്തില്ല, എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സാൽമൺ വാങ്ങിച്ചാൽ പിന്നെ മുതലാവും. അങ്ങനെയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ആ അങ്കിൾ 5 കിലോ വാങ്ങിച്ചിട്ട് പോയത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ഞാനിങ്ങനെ ആ അങ്കിളിനെ നോക്കിയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഒരു കൂൾ ഡ്രിങ്ക്സ് എടുക്കാൻ പോയി. ശരിക്കും ഇപ്പോൾ മഴയാണ് എങ്കിൽ പോലും ഒരു 7-അപ്പോ എന്തെങ്കിലും എടുക്കാമെന്ന് വിചാരിച്ച് പ്രശാന്തൻ മൗണ്ടൻ ഡ്യൂ എടുത്തു. അത് കഴിഞ്ഞ് കുറേ ചിക്കനൊക്കെ കണ്ടോ ക്ലീൻ ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് പീസായിട്ടും കുറച്ച് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും നമുക്കവിടെ കാണാൻ പറ്റും. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് തൂക്കത്തിനനുസരിച്ചുള്ള റേറ്റാണ് കേട്ടോ ഉള്ളത്. പിന്നെ ഒരു പാലെടുക്കാൻ പോയി. ഞാൻ ചിലപ്പം ഓറഞ്ച് കളർ മിൽമ പ്രൈം ആയിരിക്കും വാങ്ങിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഈ വയലറ്റ് കളറായിരിക്കും വാങ്ങിക്കുക കേട്ടോ. തെന്നു കരച്ചിൽ തുടങ്ങി. കാരണം അവിടെ നിന്നൊരു സെക്ഷനിൽ മുട്ടായി അവൾ കണ്ടു കേട്ടോ. പിന്നെ അടുത്ത സെക്ഷനിൽ അറിയാതെ പോയി പെട്ടത് കേക്കിൻ്റെ ആയിരുന്നു. അതായത് പേസ്ട്രി ടൈപ്പ്, സിംഗിൾ പേസ്ട്രീസ് അല്ല, നോർമൽ ബോക്സ് ടൈപ്പ് പേസ്ട്രീസ് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടായിരുന്നു കരച്ചിൽ. ഇത് കണ്ടോ, തവിയൊക്കെ തൂക്കിയിട്ടേക്കുന്നത് നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇവരുടെ ഇൻറ്റീരിയറും എല്ലാം നല്ല. ഞങ്ങൾ ദുബായിലും അബുദാബിയിലും ഏതൊരു സ്ഥലത്ത് എനിക്ക് ശരിക്കും ഓർമ്മയില്ല, ദുബായിലാണെന്ന് തോന്നുന്നു, നെസ്റ്റോയിൽ എവിടെയോ പോയപ്പം ഇതേ സെറ്റിങ്സ് ആയിരുന്നു. അപ്പം തൃശ്ശൂർ നമുക്ക് ഇങ്ങനെയൊക്കെ വന്നത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. കാരണം അതുപോലത്തെ ഒരു എൻവിറോൺമെൻറ്റാണ് ഇവിടെയുള്ളത്. നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ കളക്ട് ചെയ്യാം, ഓഫർ പ്രൈസ് ഉണ്ട്, ഇഷ്ടമുള്ള സമയത്ത് നമുക്ക് വരാം. 10 മണി വരെയുണ്ട് ഈ സ്ഥലം. അപ്പം
അതൊക്കെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു കാര്യമാണ്. പിന്നെ അവിടെ എപ്പോഴും ക്ലീനാണ്, ഭയങ്കര ഹൈജീനിക്കാണ് കേട്ടോ. ലുലു മോളിൽ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്ന പോലെ തന്നെ പല മോളുകളും നല്ല ഹൈജീനിക്കായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. എങ്കിൽ പോലും ഞാൻ എടുത്ത് പറഞ്ഞതാണ്, ഇവിടെ എപ്പോഴും ഹൈജീനിക്കാണ്. ഇപ്പം ഓരോരുത്തർ പിള്ളേർ അവിടെ നിന്ന് എന്തെങ്കിലും ഫുഡ് എന്തെങ്കിലും വാങ്ങിച്ച് കഴിക്കുവാണെന്നുണ്ടെങ്കിലോ അങ്ങനെ, അല്ലെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും വീണു പോയിട്ടുണ്ടെങ്കിൽ തന്നെ അവരപ്പം തന്നെ ക്ലീൻ ചെയ്യും. അതാണ് ഇവിടുത്തെ ഒരു പ്ലസ് പോയിൻറ്റ്. പിന്നെ ഇങ്ങനത്തെ കേക്കുകൾ കണ്ടോ, ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ഉണ്ടായിരുന്നു, സ്ട്രോബെറിയുടെ ഉണ്ടായിരുന്നു, വാനിലയുടെ ഉണ്ടായിരുന്നു. ഞാൻ വാനിലയുടെയാണ് കൂടുതലും വാങ്ങിക്കുക, മിക്കവാറും അതിനൊക്കെ ഓഫറും ഉണ്ടാവും. അത് കഴിഞ്ഞപ്പോൾ തെന്നിൻ്റെ കരച്ചിലൊക്കെ ഒന്ന് മാറ്റാമെന്ന് വിചാരിച്ച് കുറേ നാളായി അവളൊരു കേക്ക് പറയുന്നു. ഞാൻ പിന്നെ കഫക്കെട്ട് വരുമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചു കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഇന്ന് പ്രശാന്തൻ്റെ വീട്ടിൽ നിന്നൊരു കേക്ക് കണ്ടപ്പം അവൾ വാങ്ങിക്കാൻ നോക്കി. കുണാഫ കണ്ടോ, കുണാഫയൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. ഈ സാധനം എനിക്കിഷ്ടമല്ല ഗൈസ്, നിങ്ങൾക്ക് ഇഷ്ടമാണോ? എനിക്കിഷ്ടമല്ല. പലരും ഇത് ഭയങ്കര ടേസ്റ്റി ആണെന്ന് പറയാറുണ്ട്, പക്ഷേ എനിക്കൊരു പ്രാവശ്യം കഴിച്ചത് പറയുള്ളൂ, എനിക്കിഷ്ടമില്ല. പിന്നെ അവിടെ നിന്നൊരു കേക്കൊക്കെ വാങ്ങിച്ചു. കേക്കല്ല, ഒരു പേസ്ട്രി വാങ്ങിച്ചു. ചോക്കോലിപ്സിൻ്റെ ഒരു പേസ്ട്രിയാണ് വാങ്ങിച്ചത്. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ പോകുന്ന വഴിക്ക് ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ സെക്ഷനുണ്ട്, നമുക്ക് ചെറിയ തൂക്കത്തിലൊക്കെ വാങ്ങിക്കാം. പിന്നെ അവിടെ സ്നാക്സ് ഉണ്ടായിരുന്നു. മെയിൻ ഡിന്നറിൻ്റെ ഫുഡ് നമുക്ക് ഏത് വേണമെങ്കിലും കളക്ട് ചെയ്യാം. ഞങ്ങൾ ഒരു 100 ഗ്രാംസിൻ്റെ ബട്ടർ ചിക്കനും 100 ഗ്രാംസിൻ്റെ ഒരു നൂഡിൽസുമാണ്, 100 അല്ല 200 ഗ്രാംസിൻ്റെ ഒരു നൂഡിൽസും വാങ്ങിച്ചു കേട്ടോ. കാരണം തെന്നിനത് ഭയങ്കര ആഗ്രഹമാണ്, വേണം എന്ന് പറഞ്ഞിട്ട്. നൂഡിൽസൊന്നും വീട്ടിലുണ്ടാക്കാറില്ല, പക്ഷെ അങ്ങനെ എപ്പോഴെങ്കിലും ഒരിക്കലും ഉണ്ടാക്കും കേട്ടോ. ഉണ്ടാക്കാറില്ലെന്ന് പറഞ്ഞാൽ കളത്തുറയായി പോകും, പക്ഷെ ഒരുപാടൊന്നും അങ്ങനെ കൊടുക്കാറില്ല. അപ്പോൾ അവിടെ നിന്നൊരു നൂഡിൽസും വാങ്ങിച്ചു. അപ്പോൾ അവൾക്ക് സന്തോഷമായി, അവൾക്കൊരു ചെറിയ കോൾഡ് പോലെയൊക്കെ ഉണ്ട്. പിന്നെ ഇത് കണ്ടോ, ചിക്കൻ അവിടെ തിരിഞ്ഞുകൊണ്ടിരിപ്പുണ്ട്. നമ്മളത് ഇതുവരെയും വാങ്ങിച്ചിട്ടൊന്നുമില്ല. പിന്നെ ഇവിടെ കുറേ സ്വീറ്റ്സിൻ്റെ സെക്ഷനാണ്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ എപ്പോൾ ഞാൻ വരുമ്പോഴും രസമലായി ഉണ്ടാവില്ല, പക്ഷേ ഇന്ന് രസമലായി ഉണ്ട്. അപ്പം ഞാൻ പ്രശാന്തനോട് എപ്പോഴും പറയുന്നൊരു സാധനമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് രസമലായി. അപ്പം അത് വാങ്ങിക്കാൻ പറഞ്ഞു. അപ്പോൾ പ്രശ്നമായിട്ട് 2 വാങ്ങിച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ കുറച്ച് സ്നാക്സ് വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ റെഡിമെയ്ഡ് ജ്യൂസ് വെച്ചിട്ടുണ്ട്. ജ്യൂസാണോ ഷേക്കാണോ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. പിന്നെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഫ്രൂട്ട്സ് നമ്മൾക്ക് കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് ഏത് വേണം. കുക്കുംബറും ഉണ്ട് അതിൻ്റെ കൂടെ തന്നെ, സ്പ്രൗട്ടഡ് ചെറുപയറും ഉണ്ട് കേട്ടോ, ഗ്രീൻ ഗ്രാം. പിന്നെ ഇത് കുറച്ച് അച്ചാർ, ഉപ്പിലിട്ട സാധനങ്ങൾ, അങ്ങനെ കുറച്ച് സാധനങ്ങൾ. പിന്നെ മയണൈസ്, ചീസ് കണ്ടോ, ചീസൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. കറക്റ്റ് ഒരു ഫോറിൻ മോഡലിലാണ് ഇവരുടെ എല്ലാ അറേഞ്ച്മെൻറ്റ്സും. അവരുടെ പാക്കിങ്ങും അതുപോലെ തന്നെയാണ് കേട്ടോ. പിന്നെ അവിടെ നിൽക്കുന്ന സ്റ്റാഫിൻ്റെ കാര്യം പറയാതിരിക്കാൻ വയ്യ, ഭയങ്കര ഹൈജീനിക്കായിട്ടും ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ടാണ് നമുക്കെല്ലാം ചെയ്തു തരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കത് വാങ്ങിക്കാനും തോന്നും. ചില കടകളിൽ ഇങ്ങനെ അച്ചളം പിച്ചളൊക്കെ വാരി വലിച്ചൊക്കെ ഇടുമല്ലോ, പക്ഷെ അതുപോലൊന്നും ഇവിടെ ഇല്ല കേട്ടോ. അതൊരു കാര്യം എനിക്ക് ഇഷ്ടമാണ് ഇവിടുത്തെ. പിന്നെ കുറച്ച് പ്ലമ്മും ഡ്രാഗൺ ഫ്രൂട്ടും അങ്ങനെ കുറച്ച് ഫ്രൂട്ട് സെക്ഷൻ, പിന്നെ ലെറ്റ്യൂസൊക്കെ ഉണ്ടായിരുന്നു. അത് ഞാൻ നേരെ പോയത് വെജിറ്റബിൾ സെക്ഷനിലേക്കായിരുന്നു. വെജിറ്റബിൾസ് ഒരുപാടൊന്നും വാങ്ങിക്കാനൊന്നുമില്ല, എങ്കിൽ പോലും നമുക്ക് തെന്നൂനും പിന്നെ ഞാനൊരു ബിരിയാണി റൈസ് വാങ്ങിച്ചിട്ടുള്ളത് കൊണ്ട് അതിനകത്ത് വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് കൊടുക്കാമെന്ന് വെച്ച് കുറച്ച് സവാള എടുത്തു, പിന്നെ ഒരു കപ്പ എടുത്തു കേട്ടോ. മീൻ നമ്മൾ അവിടെ ക്ലീനാക്കാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബീട്രൂട്ട് എടുത്തു, പൊട്ടറ്റോ എടുത്തു. ബീട്രൂട്ട് ആകെ 2 എടുത്തത്, കാരണം ഞങ്ങൾ 2 പേരല്ലേ ഉള്ളൂ. അപ്പോൾ ഒരുപാടൊന്നും വാങ്ങിക്കാറില്ല പച്ചക്കറികൾ, വെച്ചാൽ തന്നെ ഒരുപാട് പെട്ടെന്ന് കേടാവുകയും ചെയ്യും. ഉരുളക്കിഴങ്ങിന് 19 രൂപയായിരുന്നു അന്നൊക്കെ വാങ്ങിക്കുമ്പോൾ, ഇപ്പോൾ എത്ര രൂപയെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. പക്ഷേ ഇന്നത്തെ അത് ഞാൻ പറയാൻ മറന്നുപോയി. കണ്ടോ ഗൈസ്, ചക്കയ്ക്ക് 99 രൂപ കേട്ടോ. ഇന്നത്തെ നമ്മളുടെ ഷോപ്പിങ്ങിനൊരു ഇൻറ്റൻഷൻ ഉണ്ട്. നമ്മുടെ ഷോപ്പിംഗ് ഇന്നൊരു ചലഞ്ചാണ്, അത് ഞാൻ പറയാൻ മറന്നുപോയി. നമ്മളിന്ന് 1000-നുള്ളിലാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് കേട്ടോ. അത് നമ്മുടെ ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ട് എത്രയെങ്കിലും രൂപ കൂടും. പക്ഷെ നമ്മളിന്ന് ചുരുങ്ങിയ സാധനങ്ങളും നമുക്ക് കുറച്ച് പൈസയ്ക്ക് പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാട്ടോ ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ആവശ്യമുള്ളത് മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ. പച്ചമുളക്, ക്യാരറ്റ്, പിന്നെ അങ്ങനെ. ഏട്ടനാണെങ്കിലും ഭയങ്കര സെലക്റ്റീവാണ് കാര്യങ്ങളൊക്കെ എടുക്കുന്നതിൽ. വലിച്ചുവാരി പണ്ടൊക്കെ ഞങ്ങൾ ഒരുപാട് ലാവിഷായിരുന്നു, പക്ഷേ ഇവ ഭയങ്കര സെലക്റ്റീവായിട്ട് എടുക്കുകയുള്ളൂ. അപ്പം ഞാനും പ്രശാന്തനും തെന്നും കൂടെ പാക്ക് ചെയ്യാൻ പോയ സമയത്ത് നമ്മൾ വെയിറ്റ് നോക്കണം. വെയിറ്റ് നോക്കിയിട്ട് അവിടെ പ്രൈസ് ടാഗ് ഒട്ടിച്ചു തരും. അപ്പോൾ ആ സെക്ഷനിൽ പോയപ്പോൾ ഞാൻ ഇങ്ങനത്തെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. ഭയങ്കര തിളക്കം ഈ ആപ്പിളിനൊക്കെ, പക്ഷേ ഭയങ്കര റേറ്റും ഉണ്ട് കേട്ടോ. പിന്നെ നമ്മളുടെ ഈ ചേട്ടൻ്റെ പേരെന്താണെന്ന് പറയൂ ഗൈസ്. ഈ ചേട്ടൻ്റെ പേര് അറിയാവുന്നവർ താഴെ കമൻറ്റ് ചെയ്യുക. അങ്ങനെ കുറേ ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു. അവക്കാഡോ, കിവി, പിയർ ഫ്രൂട്ട് ഉണ്ടായിരുന്നു, വാട്ടർമെലൺ, എല്ലാ ടൈപ്പ് ഫ്രൂട്ട്സും ഉണ്ട് കേട്ടോ. അതിനനുസരിച്ച് തന്നെ റേറ്റും ഉണ്ട്. ഷമാമ്, നേന്ത്രപ്പഴം, ചെറുപഴം, പൂവമ്പഴം, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു. ഇതാണ് വെയിറ്റ് നോക്കുന്ന സ്ഥലം.
അപ്പം ഇന്ന് അത്യാവശ്യം തിരക്ക് കുറവാണ്. ചില സമയത്ത് ഇവരൊരു ഓഫർ ഇടുന്ന സമയത്ത് നമുക്ക് സൂചി കുത്താൻ ഇടമുണ്ടാവില്ല, അതുപോലെ തിരക്കായിരിക്കും. കാരണം അതിനനുസരിച്ചായിരിക്കും ഇവർ നല്ല ഓഫർ റേറ്റൊക്കെ ആയിരിക്കും ഇടുക. തെന്നും അപ്പോഴത്തേക്കും ഏകദേശം ടയേർഡായി കേട്ടോ. ലാസ്റ്റായി ഞങ്ങളുടെ ഷോപ്പിംഗ്. അപ്പം ഇറങ്ങാറായി. പ്രശാന്തന് ഒരു മീറ്റിംഗ് ഉണ്ട്. അപ്പം എന്തായാലും വൈകുന്നേരം സമയത്ത് ഒരു ചെറിയൊരു ഫ്രീ ടൈം കിട്ടിയതുകൊണ്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോഴാണ് ഞാനൊരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പം ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് എത്ര രൂപയ്ക്കാണ് ഞങ്ങൾ സാധനം വാങ്ങിച്ചിട്ടുള്ളതെന്ന് ഞാൻ കാണിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ ഷോപ്പിംഗ് അവസാനിക്കുന്നതിന് മുന്നേ ഈ ഒരു സെക്ഷൻ ഞാൻ കാണിച്ചില്ല, പറന്നുപോയി. ഇതാണ് ഐസ്ക്രീം സെക്ഷൻ. പിന്നെ ഒരു തൈരും എടുക്കാൻ പോയതാണ് കേട്ടോ. ഐസ്ക്രീം സെക്ഷൻ മാത്രമല്ല, ഇവിടെ പീസ്, നഗറ്റ്സ്, സോസേജ്, ഫ്രഞ്ച് ഫ്രൈസ്, അങ്ങനെയുള്ള കുറച്ച് ഫ്രോസൺ ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടെയും ഡീലുണ്ട്. ഞാൻ ഇവിടുന്ന് സോസേജും നഗറ്റ്സൊക്കെ എടുക്കാറുണ്ട്. കാരണം ഞാനും എൻ്റെ അനിയനും സന്ദീപും ഭയങ്കര ഫാൻസാണ്. ഇപ്പോൾ തിന്നു കേട്ടോ. പക്ഷേ പ്രശാന്തന് അതിനോട് ഭയങ്കര ഒരു ക്രേവ് ഒന്നുമില്ല. പിന്നെ തെന്നുവിനെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ഈ ഒരു സൈക്കിളിൻ്റെ മുട്ടായി എടുത്തു. അതിന് എനിക്ക് തോന്നുന്നു 10 രൂപയോ 5 രൂപയോ എന്തോ ആണുള്ളത്. അപ്പോൾ അവൾക്ക് സന്തോഷമായി. പുറത്തെ ചേട്ടൻ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഞങ്ങളുടെ ബില്ല് കിട്ടാൻ വേണ്ടിയിട്ട്. സാധാരണ ഇങ്ങനെ മുട്ടായി വാങ്ങിച്ചു കൊടുക്കാറില്ല. എന്തെങ്കിലും ഒരു സാധനം അവളുടെ കയ്യിൽ കളിക്കുന്ന സാധനം, ക്ലേ മെറ്റീരിയൽസ് ഒക്കെ ആയിരിക്കും വാങ്ങിച്ചു കൊടുക്കുക. പക്ഷേ ഇന്ന് ഇതാണ് വാങ്ങിച്ചത്. ഞങ്ങളൊരു കവർ കൊണ്ടാണ് പോയത് കേട്ടോ. അപ്പം ഇതാണ് ബില്ല്. ബില്ലിൽ എത്രയായി നോക്കൂ ഗൈസ്, 843. അങ്ങനെ ഞങ്ങളുടെ ചലഞ്ച് സക്സസ് ആയിട്ടിരിക്കുകയാണ്. നമ്മൾ നാട്ടിൻ പ്രദേശത്തൊക്കെ പോയിട്ട് ഷോപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയൊന്നും ഉണ്ടാവില്ല. കാരണം അവിടെ GST അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഇത്രയും ഒരു ഫെസിലിറ്റിയിൽ നമുക്കിപ്പം പുറത്ത് നല്ല മഴയാണ്, എന്നിട്ട് പോലും നമുക്ക് ഇത്ര നല്ല രീതിയിൽ ഷോപ്പ് ചെയ്യാൻ പറ്റി എന്നുള്ളത് വേറൊരു കാര്യം കൂടിയാണ് കേട്ടോ. പിന്നെ ചില കാര്യങ്ങളൊന്നും നമുക്ക് നാട്ടിലുള്ള കുഞ്ഞു കടകളിലൊന്നും കിട്ടൂല. അപ്പോൾ ഇവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാ സാധനങ്ങളും ഒരുമിച്ച് പർച്ചേസ് ചെയ്യാം. ഇതിൻ്റെ തൊട്ട് മുകളിൽ തന്നെയാണ് ഈ ഇലക്ട്രോണിക്സ്, യൂട്ടൻസിൽസ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ തൊട്ട് മുകളിൽ ഡ്രസ്സിൻ്റെ സെക്ഷൻ ഉണ്ട്. പിന്നെ പുറത്തിറങ്ങിയപ്പോഴാണ് ഗൈസ് ഇടിവെട്ട് മഴ കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് വെയിറ്റ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ പിന്നെയും ട്രാഫിക് ആയി കഴിഞ്ഞാലോ എന്ന് മേടിച്ച് ഞങ്ങൾ വേഗം വണ്ടി വിട്ടു. വണ്ടിയുടെ ലൈറ്റും നേരത്തെ ഒരു വണ്ടി ഇടിച്ചിട്ട് കുറച്ച് ബുദ്ധിമുട്ടായത് കാരണം വണ്ടിയുടെ ഹെഡ്ലൈറ്റ് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ എങ്ങനെയൊക്കെ ഞങ്ങൾ വീടെത്തി. നിങ്ങൾ ഈ ഫോണിൽ കാണുന്ന പോലെ തന്നെയായിരുന്നു കേട്ടോ. റോഡൊക്കെ കാണാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ എങ്ങനെയോ ദൈവകൃപയാൽ വീടെത്തി. തെന്നും ഭയങ്കര ടയേർഡായിരുന്നു. പിന്നെ വീട്ടിൽ ചെന്ന് ഫുഡ് കഴിച്ചിട്ട് ഉറക്കാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് അവൾ എത്തുന്നതിന് തൊട്ട് മുന്നേ തന്നെ ഉറങ്ങി കേട്ടോ. നമ്മുടെ വീട്ടിൽ നിന്ന് 5 മിനിറ്റേ ഉള്ളൂ നെസ്റ്റോയിലേക്ക്. അതുകൊണ്ടാണ് ഞങ്ങൾ എപ്പോഴും നെസ്റ്റോയിലേക്ക് വരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ കൊച്ചു ഷോപ്പിംഗ്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണുന്നുണ്ടെന്ന് അറിയുമ്പം സന്തോഷം. കാരണം ഓരോരുത്തർ എന്നോട് സംസാരിക്കുമ്പം നിന്നെ ഇപ്പോൾ വിളിക്കേണ്ട ആവശ്യമില്ല, അറിയാവുന്നവർ കേട്ടോ, എല്ലാം വീഡിയോയിലൂടെ കാണുന്നെന്ന് പറയുമ്പം ഒരുപാട് സന്തോഷം. അപ്പോൾ ഇനിയും എൻ്റെ വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കണ്ടൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അറിയിക്കുക കേട്ടോ. അപ്പോൾ ടാറ്റ ആൻഡ് ബൈ ദ ബൈ. പിന്നെ കാണാം.